ലോ അക്കാദമി വിഷയത്തിൽ ബിജെപിയോടൊപ്പം ചേർന്ന് സർക്കാരിനെ വിഷമിപ്പിക്കാൻ ആരും ശ്രമിക്കേണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ലോ അക്കാദമിക്ക് ഭൂമി പതിച്ചു നൽകിയത് കരുണാകരനാണെന്ന് മകൻ മുരളീധരൻ ഓർക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സർക്കാരിനെ വിരട്ടാൻ ആരും നോക്കേണ്ടെന്നും ജനങ്ങൾ ഒപ്പമുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കൊച്ചിയിൽ ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പൊതുസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു പിണറായി വിജയൻ. ലോ അക്കാദമിയുടെ ഭൂമി പ്രശ്നം ചരിത്ര വസ്തുതകൾ അടിസ്ഥാനമാക്കി മുഖ്യമന്ത്രി വിശദീകരിച്ചു. സർ സിപിയുടെ ഭരണകാലത്ത് നടരാജപിള്ളയിൽ നിന്നും പിടിച്ചെടുത്ത ഭൂമി ലോ അക്കാദമിക്ക് പിന്നീട് പാട്ടത്തിന് നൽകുകയായിരുന്നു. എം.എൻ. ഗോവിന്ദൻ നായർ കൃഷിമന്ത്രിയായിരിക്കെയാണ് പാട്ടത്തിന് നൽകിയത്. പിന്നീട് കരുണാകരൻ മുഖ്യമന്ത്രിയായപ്പോൾ ഈ ഭൂമി അവർക്ക് പതിച്ചു നൽകി. കരുണാകരൻ പതിച്ചു നൽകിയ സ്ഥലത്തിനു മുന്നിലാണ് മകൻ മുരളീധരൻ സമരമിരിക്കുന്നതെന്ന് പിണറായി ഓർമ്മിപ്പിച്ചു. കരുണാകരൻ കൊടുത്ത ഭൂമിക്കെതിരെ മകൻ അവിടെ ഗേറ്റിലിരുന്ന് സത്യാഗ്രഹം നടത്തുന്നത് ഔചിത്യമാണോ എന്നൊക്കെയുള്ള കാര്യം അദ്ദേഹം ആലോചിച്ചാൽ മതി. പിന്നെ അച്ഛനെതിരെ പല ഘട്ടത്തിലും നീങ്ങിയത് നമ്മളെല്ലാവരും കണ്ട കാര്യമാണല്ലോ. അതിൻ്റെ ഭാഗമായിട്ട് കണക്കൂട്ടാന്നാണ് തോന്നുന്നത്. എന്നാലും അവരൊക്കെ ആത്മാവിൽ വിശ്വസിക്കുന്നവരാണല്ലോ. ആത്മാവ് മേലേന്ന് ഇങ്ങനെ നോക്കുന്നുണ്ടാവുമല്ലോ. ഈ മോൻ ഞാൻ ഇവിടെ എത്തിയിട്ടും വിടുന്നില്ലാലോ എന്ന് ചിന്തിക്കുന്നുണ്ടാവുമല്ലോ ആത്മാവ്. ബി.ജെ.പി. കളിക്കുന്ന കളിക്കൊപ്പം കൂടി സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാനാണ് ചിലരുടെ ശ്രമം. ഇത് വിലപ്പോവില്ലെന്ന് പിണറായി മുന്നറിയിപ്പ് നൽകി. കേരളത്തിലെ ബി.ജെ.പി. കളിക്കുന്ന കളിയുടെ കൂടി ഈ സർക്കാരിനെ ലേശം വിഷമിപ്പിച്ച് കളിയാമെന്ന ചിന്തയിലേക്ക് ആരും നീങ്ങണ്ട. അങ്ങനെ എന്തെല്ലാം കളി നമ്മൾ കണ്ടതാണ്. 59 ഇത് കേട്ടോ. ലോ അക്കാദമി ഭൂമി തിരിച്ചുപിടിക്കുന്ന വിഷയത്തിൽ സർക്കാരിന് നിയമപരിമിതിയുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇതറിയുന്നവർ തന്നെയാണ് രാഷ്ട്രീയ മുതലെടുപ്പിനു വേണ്ടി ശ്രമിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.